വലിയൊരു ശിവനമ്പലമാണ് ഇത്. മുഴുവൻ മാർബിളിൽ പണിതീർത്തതാണ്. കണ്ടപ്പോൾ അതിശയം തോന്നി. ഇതിനകത്ത് ഒരുപാട് അമ്പലങ്ങൾ വേറെയുമുണ്ട്. ആ കാണുന്ന മൊത്തം ഓരോരോ ചെറിയ ചെറിയ അമ്പലങ്ങളാണ്. അഷ്ടലക്ഷ്മി ദേവിമാരുടെയും ഹനുമാൻ അപ്പൂപ്പൻ്റെയും ഗണേശ ഭഗവാന്റെ എല്ലാ ചെറിയ ചെറിയ ശ്രീകോവിലുകൾ നമുക്ക് ഈ അമ്പലത്തിനകത്ത് കാണാൻ സാധിക്കും. കയറി ചെല്ലുമ്പോഴേ ഇങ്ങനെ വലിയൊരു ഷാൻലിയറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയതാണ്. പിന്നെ ഇങ്ങനെ കളം വരച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. കാരണം ഇവിടെ തന്നെയാണോ അമ്പലം, നമുക്കൊരു കൺഫ്യൂഷനും വന്നു. ചാർമിനാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കല്ലേ, സർവ്വസമയവും ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ കാണും. അതിനകത്ത് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്പലം. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത്രയും തിരക്കേറിയ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് കാണാം. അതിൻ്റെ അമ്പലത്തിൻ്റെ കൊടികളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. നേരത്തെ ആരും തന്നെ ഇങ്ങനെ ഒരു അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. അതിൽ മാർബിൾ തീർത്ത ഒരു അത്ഭുതമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്നിട്ടും ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ശിപായി ലഹള നടന്നില്ലേ, അപ്പോൾ പണിയിപ്പിച്ച അമ്പലമാണ് അത്ര ഇത്. ഇവിടെ ഈ സ്ട്രീറ്റിൽ സ്വർണ്ണപ്പണിക്കാരില്ലേ, അവർ എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് പണിഞ്ഞ ഒരമ്പലമാണ്. അവരാണ് ഇപ്പോഴും ഈ അമ്പലത്തിനെ പരിപാലിച്ച് പോരുന്നത് അത്രേ. ഇവിടെ നമ്മൾ ചെന്നാലുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തെലുങ്ക് ആർക്കും അറിയത്തില്ല, ഹിന്ദിയാണ് എല്ലാവർക്കും അറിയാവുന്നത്. കൂടുതൽ പേർക്കും ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമുക്കും അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര എളുപ്പപ്പെട്ടൊന്നും ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് വരത്തില്ല. തിരക്കിനിടയിലൂടെ ഈ ക്ഷേത്രത്തിലോട്ട് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. ഇങ്ങനെ ആദ്യം കാണുന്നത് ഇങ്ങനെ ഗണേശ ഭഗവാനെ, അത് കഴിഞ്ഞ് ഇങ്ങനെ അഷ്ടലക്ഷ്മിമാർ, അത് കഴിഞ്ഞ് ഹനുമാനപ്പനുണ്ട്. രണ്ട് സൈഡിലുമായിട്ടാണ് അഷ്ടലക്ഷ്മിമാർ. പിന്നെ ഇങ്ങനെ നമ്മൾ ഇത് ഓരോന്നും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അപ്പുറവും ഇപ്രാവശ്യവും വേറെയും പ്രതിഷ്ഠകളുണ്ട്. ഇതാണ് പ്രധാന ശ്രീകോവിൽ. അതിനകത്ത് കാണുന്നത് സ്ഫടികലിംഗമാണ്. മഹാദേവന്റെ പടവും ഉണ്ട്. ഇതിന് ചുറ്റും നമ്മളിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടെ സൈഡിലായിട്ടൊക്കെ ദക്ഷിണാമൂർത്തി സ്വാമിയും മഹാദേവന്റെ വിവിധ കാലഭൈരവ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള മൂർത്തികളെയെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നോക്കുമ്പോൾ മഹാദേവന്റെ ഒരുപാട് മുഖങ്ങളുള്ള ഒരു പ്രതിഷ്ഠ കാണാം. അത് നമ്മൾ മറ്റുള്ള അമ്പലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഇതുപോലത്തെ ഒരുപാട് മുഖങ്ങളുമായിട്ട് ഇരിക്കുന്നു. ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ്, ഭയങ്കര രസമായിട്ട്. ഈ കാണുന്ന ചെറിയ ചെറിയ ശ്രീകോവിലുകൾ അതിലെല്ലാം ഭഗവതിമാരാണ്. അതിനെ വലം വയ്ക്കാൻ പറ്റും. വലം വയ്ക്കുമ്പോഴും ഭഗവതിയുടെ വിവിധ രൂപങ്ങളാണ് കാണാൻ കഴിയുക. ഇങ്ങനെ രണ്ട് വശത്തോട് പടികളും ഒക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര ഒരു നിർമ്മിതിയാണ്. നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ അവിടെയും ഒരു ചെറിയ ശിവനമ്പലമുണ്ട്. ഇവിടുത്തെ ഓരോ ഈ ശ്രീകോവിലില്ലേ, ഒരു ചെറിയ ചെറിയ അമ്പലം പോടാന്ന് പറഞ്ഞില്ലേ, അവിടെ ഓരോരുത്തടത്തും പ്രത്യേകം നമുക്ക് വഴിപാടുകൾ കഴിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. ഉമാമഹേശ്വരന്മാർ, നന്ദികേശ്വരൻ, ഹനുമാൻ അപ്പൂപ്പൻ, ഗണപതി ഭഗവാന്, അഷ്ടലക്ഷ്മികള്, ഭഗവതി, ദുർഗാദേവി എല്ലാവരും ഒരേ അമ്പലത്തിൽ ഒരുമിച്ച് ഇങ്ങനെ ഒരു വലിയ ഹാളിൽ. വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ഇങ്ങനെ കാണുമോ എന്ന് തന്നെ സംശയമാണ്. അന്ന് നമ്മൾ ഭയങ്കര ഇപ്പോൾ പോളിഷ് ചെയ്താണെന്നോ നല്ല വെള്ള കളറിങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ചെന്നപ്പോൾ വളരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നല്ലോണം തൊഴാൻ പറ്റി. ഓം നമഃ ശിവായ.